സുധീഷേട്ടാ. മഞ്ജു, നീ നാട്ടിൽ വന്നെന്ന് ഞാൻ അറിഞ്ഞേ. അതുകൊണ്ടാണ് ഒരു നോക്ക് കണ്ടിട്ട് പോകാന്ന് വെച്ച് വന്നേ. സുധീഷേട്ടൻ്റെ കല്യാണം ഒരാൾക്ക് പകരം മറ്റൊരാൾ അതത്ര എളുപ്പമല്ലിടും. പ്രത്യേകിച്ച് എനക്ക് മനസ്സിൽ അത്രമാത്രം ആഴത്തിലാണ് നീയുള്ളത്. നിനക്ക് പകരം മറ്റൊരു പെണ്ണിനെ എനിക്കെന്തായാലും ചിന്തിക്കാനാവില്ല. കാണുന്നില്ലേനു, കണ്ട് സന്തോഷമായി. പോട്ടെ. ബസ് കയറുന്നതിന് പിടിക്കണം. ഇവനെ കണ്ടിരാ? നിങ്ങളെ പോലെ ഉണ്ടല്ലോ. ഇത് ഞാനല്ലേ? ഇത് ഇവേ. ഇത് സുധീഷേട്ടനല്ലേ? ഇപ്പം അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. എന്തെല്ലാം പേരാടാ ഇവന്? മഹേഷ്, രമേഷ്, വീഡിയോ സുധീഷ. എന്തായാലും എല്ലേ ഷീണ്ട്. അല്ല, ഇവനെ നല്ലോണം അറിയാം നിങ്ങൾക്ക്? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലേനും, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓർ ഇപ്പം പെണ്ണ് കെട്ടിയില്ല. കല്യാണം കഴിച്ചില്ല? 14 ജില്ലയിൽ നിന്ന് കല്യാണം കഴിച്ച കല്യാണം വീരനെ ഇവേ. എനിക്ക് ഈ മാത്രമേ ബാക്കിയുള്ളൂ. ഓരോ ജില്ലയിൽ ഓരോ പേരാ ഓന്. ഹണിമൂണിന്ന് മറ്റു കൂട്ടിപ്പോയിട്ട് ഉള്ള സ്വർണ്ണവും പണം എല്ലാം അടിച്ചു മാറ്റുന്ന കള്ളണമേ. രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി കുട്ടി. എന്താ പേര് പറഞ്ഞേ? മഞ്ജു. ഓ, മഞ്ജുവിന്റെ പെണ്ണ്. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? പിന്നെ പറയാം. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തടിയും മണ്ണുണ്ടെന്നല്ലോ, വലിയ പ്രായമൊന്നുമില്ല. എന്നാൽ ഇത്രയും കാലം ഞാൻ എന്തിൻ്റെ കല്യാണം കഴിക്കുന്നതെന്ന് അറിയാം. മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കാണാനായിട്ട് ഇപ്പം എനിക്ക് ഓക്കെ ആയി. എന്നാലും ഒളിച്ചോട് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാന്ന് കേട്ടാ. എന്തിനാ പഠിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടേട്ടാ. അല്ല, ഞാനും ആദ്യമായിട്ടല്ലേ. പിന്നെ ഒപ്പരം ജീവിക്കേണ്ടിയിട്ടല്ലേ. നമ്മൾ എവിടെയാണ് പോകുന്നതെന്നറിയാം. വലിയ ടൂറാണ് ഞാൻ പ്ലാൻ ചെയ്ത്. അല്ല, നമ്മളെങ്ങനെയാട്ടാ പോകുന്നേ? ഞാൻ സത്യസന്ധന കണ്ട ആൾക്കാരെ അങ്ങനെ വിശ്വാസമില്ല. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് പണ്ടാങ്ക് സൈക്കിൾ എടുത്ത് പോയാൽ. എന്നാൽ നമുക്ക് ട്രിപ്പ് ഡെസ്റ്റിനേഷനിൽ ബുക്ക് ചെയ്തിട്ട് പോയാലോ? ട്രിപ്പ് ഡെസ്റ്റിനേഷൻ കണ്ണൂർ താണക്കല്ല അല്ലേ? അവർ ഖത്തറിൽ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 20% ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ ടൂറിനും. അതിനവർ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് TDന്ന് DM ചെയ്താൽ മതി. നീ ആരെ വെച്ച് ഫോളോ ചെയ്യും? അതിനെ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. നാളെ പറഞ്ഞാൽ